പിന്നെ ഞാനെപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യം, വിജയശ്രീ മരിച്ച ആ സമയത്ത് നമ്മളെല്ലാം കൂടെ അവിടെ ഒരു ഷൂട്ടിലായിരുന്നപ്പോൾ ബാംഗ്ലൂർ, ആ ചേട്ടൻ മാത്രം അതൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നു ഇങ്ങോട്ട് ചെന്നൈയിലോട്ട്. ഇവർ തലേ ദിവസം വരെ വളരെ ഹാപ്പി ആയിട്ടിരുന്നു, വളരെ ഹാപ്പി ആയിട്ട്. അതിന്നും ഒരു ദുരൂഹതയല്ലേ? അതിപ്പോൾ എന്തിനാ അതിനെപ്പറ്റി പറയുന്നത്? എന്താണ്? പക്ഷെ എൻ്റെ അനുഭവം പറയാം. ആ അമ്മ വിളിച്ച് കൂവി കരയായിരുന്നു. എന്നെ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചു, അലറി വിളിക്കുകയായിരുന്നു. സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലായില്ല ആ സമയത്ത്. പിന്നെ അങ്ങ് എല്ലാം അവിടെ കുറേ നേരം ഇവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ശ്മശാനത്തിൽ പോയി. അതെല്ലാം തീർന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത്. രാത്രിയായപ്പോൾ നമ്മുടെ വിജയേട്ടൻ വിളിക്കുകയാണ്. വിജയേട്ടൻ അറിയില്ലേ? ചന്തമണി ഒറിജിനൽ പ്രൊഡ്യൂസർ വിജയേട്ടനാണ്, മനസ്സിലായില്ലേ? ചന്തമണിയുടെ ഒറിജിനൽ പ്രൊഡ്യൂസർ വിജയേട്ടനാണ്. വിജയേട്ടൻ എന്നെ വിളിച്ചു, രാഘവൻ എങ്ങനെയാണ്, വരുമോ? ഞാൻ പറഞ്ഞു, എന്താ ഇത് ചോദ്യം? ഞാൻ രാവിലെ എത്തും അവിടെ. ഞാൻ രാവിലത്തെ ഫ്ലൈറ്റിന് തിരിച്ചങ്ങോട്ട് വരും. എത്തിയേ പറ്റൂ. എത്തിയില്ലെങ്കിൽ പിന്നെ രാഘവൻ ചിലപ്പോൾ ഈ സിനിമയിലുണ്ടാകും. അപ്പോൾ എനിക്ക് കുറേ നേരം മിണ്ടാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫ്ലൈറ്റ് ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ രാവിലെ വരും. അങ്ങനെയാണ് ഞാൻ രാവിലെ വന്നത്.